അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 143. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്രി വലയാലിൻ അശ്ർ والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരധ്യായമായ സൂറത്തുൽ ഫജ്റിന്റെ ചർച്ചയാണ് ഇന്ന് നാം ആരംഭിക്കുന്നത്. നേരത്തെ ദുൽഹിജ്ജ 10 ദിവസങ്ങളുടെ മഹത്വം പറയുമ്പോൾ ഈ ആയത്തുകളുടെ വ്യാഖ്യാനം പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാൽ ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് അവസരോചിതമായ വിശദീകരണങ്ങൾ മാത്രമാണ് അവിടെ നൽകിയത്. അതിൻ്റെ തഫ്സീർ ആ പറഞ്ഞതിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ദുൽഹിജ്ജ 10 ദിവസത്തിൻ്റെ മഹത്വങ്ങളാണ് ഈ പറഞ്ഞ മുഴുവൻ ആയത്തുകളിലും പറഞ്ഞത് എന്നാണ് അന്ന് നാം പരിചയപ്പെട്ടത്. ഓർക്കാൻ വേണ്ടി ഒരൊറ്റ തവണ അതിൻ്റെ അർത്ഥം മാത്രം പറയുന്നു. വൽ ഫജ്ർ, ബലിപെരുന്നാളിൻ്റെ പ്രഭാതം സാക്ഷിയാണ്. വലയാലിൻ അശ്ർ, 10 രാത്രികളും സാക്ഷിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജ 10 ദിവസങ്ങൾ 10 രാത്രികൾ. അതുപോലെ തന്നെ വശഫ്ഇ വൽ വത്ർ, ഇരട്ടയും ഒറ്റയും സാക്ഷിയാണെന്ന് പറഞ്ഞപ്പോൾ അത് ദുൽഹിജ്ജ 9 അറഫയും 10 ബലിപെരുന്നാളുമാണ് എന്ന് അന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. വല്ലൈലി ഇദാ യസ്ർ എന്ന് പറയുമ്പോൾ ഒരു രാവ് കടന്നു പോകുമ്പോൾ അതും സാക്ഷിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അന്ന് നാം ദുൽഹിജ്ജ 10 ദിവസങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത് കിടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട രാത്രി ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് മുസ്ദലിഫയുടെ രാവാണെന്നും അന്ന് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ഈ തഫ്സീർ ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല. വൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതം സാക്ഷിയാണ്. അത് ബലിപെരുന്നാൾ പ്രഭാതം മാത്രമല്ല, ഏതൊരു പ്രഭാതവും സാക്ഷിയാണ്. അള്ളാഹു ഇവിടെ സത്യം ചെയ്യാൻ ഈ ഉപയോഗിച്ച വസ്തുക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങള്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പുണ്യങ്ങള് ഇല്ലാതിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, തൗഹീദ് കൂടുതൽ നമുക്ക് വ്യക്തമാക്കി തരുന്ന, എന്തെങ്കിലുമൊക്കെ ഗുണപാഠങ്ങളുള്ള വസ്തുക്കളെ പിടിച്ച് മാത്രമാണ് അള്ളാഹു സത്യം ചെയ്യുക. ആ അടിസ്ഥാനത്തിൽ ഇവിടെ സത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ വളരെ പരമപ്രധാനമാണ് എന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ ശബ്ദങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്യുന്നിടത്ത്
ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. വൽ ഫജ്ർ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം മൊത്തം പ്രഭാതമാണ്. അപ്പോൾ സുബഹി സമയം കൊണ്ട് സത്യം ചെയ്യുകയാണ്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, വസ്സുബഹി ഇദാ അസ്ഫർ, നേരം പുലരുമ്പോൾ പ്രഭാതം സാക്ഷിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രാർത്ഥിച്ചത് ഹദീസിൽ കാണാം. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ സമുദായത്തിന് അവരുടെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചൊരിയണമേ എന്ന് ഹബീബായ നബി തങ്ങൾ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമരത്തിന് വേണ്ടി ഒരു ടീമിനെ പറഞ്ഞയക്കുകയാണെങ്കിൽ അതിരാവിലെ പറഞ്ഞയച്ചിരുന്നു എന്നും കാണാം. തിരുനബിയുടെ ഈ പ്രാർത്ഥനയിൽ അങ്ങേയറ്റം വിശ്വാസമർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുഹർ റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം തൻ്റെ കച്ചവടക്കാരെ പറഞ്ഞയച്ചിരുന്നത് തൻ്റെ അടിമകളെ അതിരാവിലെയായിരുന്നു അവരെ കച്ചവടത്തിന് പറഞ്ഞയച്ചിരുന്നത് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഫക്കസുറ മാലുഹു ഹത്താ കാന ലാ യദ്രി ഐന യളഉ, അദ്ദേഹത്തിന് ധാരാളം സ്വത്തുണ്ടായി. ഹത്താ കാന ലാ യദ്രി ഐന യളഉ, എവിടെയാണത് വെക്കേണ്ടതെന്നറിയാത്ത വിധം സ്വത്തുക്കൾ അദ്ദേഹത്തിനുണ്ടായി എന്ന് മുസ്നദ് അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രഭാതത്തിന് വലിയ പുണ്യമുണ്ട്. പിന്നീട് മറ്റൊരു തഫ്സീർ പ്രകാരം വൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കാരം സാക്ഷിയാണ്, പ്രഭാത നിസ്കാരം സാക്ഷിയാണ്. എന്താണ് സുബഹി നിസ്കാരം കൊണ്ട് സത്യം ചെയ്യാൻ കാരണം? പകലിൻ്റെ തുടക്കത്തിലുള്ള നിസ്കാരമാണ് സുബഹി നിസ്കാരം. അടിമകളുടെ ഇബാദത്തുകൾ എഴുതാൻ, അവരുടെ അമലുകൾ രേഖപ്പെടുത്താൻ ഇറങ്ങി വരുന്ന മലക്കുകൾ പകൽ ഡ്യൂട്ടിക്കാരുമുണ്ട്, രാത്രി ഡ്യൂട്ടിക്കാരുമുണ്ട്. പകലും രാത്രിയും അവർ പരസ്പരം അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ച് രാത്രി ഡ്യൂട്ടിക്കാർ പകൽ ഡ്യൂട്ടിക്കാർക്കും, പകൽ ഡ്യൂട്ടിക്കാർ രാത്രി ഡ്യൂട്ടിക്കാർക്കും ഒഴിഞ്ഞ് മാറിക്കൊടുക്കുന്നതാണ്. അപ്പോൾ സുബഹി നിസ്കാരത്തിൻ്റെ പ്രത്യേകത പകൽ ഡ്യൂട്ടിക്കാർ ഇറങ്ങി വരികയും രാത്രി ഡ്യൂട്ടിക്കാർ കയറിപ്പോകുകയും ചെയ്യുന്ന സമയമാണത്. ആ സമയത്ത് സുബഹി നിസ്കാരത്തിൽ രാത്രി ഡ്യൂട്ടിക്കാരും പകൽ ഡ്യൂട്ടിക്കാരുമായ മലക്കുകൾ ഒരുമിച്ച് പങ്കെടുക്കുമെന്നാണ്. ഇതാണ് സൂറത്തുൽ ഇസ്രാഇന്റെ 78-ാം വചനം, ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ. പ്രഭാത നിസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിന്, ഇത് സുബഹി നിസ്കാരത്തിലെ ഖുർആൻ പാരായണമാണെന്ന് ബഹുമാനപ്പെട്ട മഹാന്മാർ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ പറഞ്ഞത് കാണാം. അതിന് കാന മഷ്ഹൂദ, മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും, തിരുസാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണത്. അത് ഈ രാത്രി മലക്കുകളും പകൽ മലക്കുകളുമാണ്. രണ്ടു കൂട്ടരും സുബഹി നിസ്കാരത്തിന് പങ്കെടുക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. ഇനി അതല്ല, വൽ ഫജ്ർ എന്ന് പറഞ്ഞെങ്കിലും അത് പകലിൻ്റെ തുടക്കം പറഞ്ഞ് പകൽ മുഴുവൻ ഉദ്ദേശിച്ചതാണ് എന്നും അഭിപ്രായമുണ്ട്. ആ അർത്ഥപ്രകാരം പകൽ സാക്ഷിയാണ്. ഇനി വലയാലിൻ അശ്ർ, 10 രാവുകൾ സാക്ഷിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജ 10 ദിവസമാണെന്ന് കഴിഞ്ഞ ദിവസം നാം ഓർമ്മപ്പെടുത്തിയിരുന്നതുപോലെ. അതല്ലെങ്കിൽ മുഹറം 10 എന്ന്, അടുത്ത മാസമാണ് അത് വരുന്നത്. മുഹറം 10 ദിവസത്തിന് വലിയ മഹത്വമുണ്ട്. അല്ലെങ്കിൽ റമദാനിലെ അവസാനത്തെ 10 എന്നും വലയാലിൻ അശ്ർ. കാരണം ഇതെല്ലാം മഹത്വമുള്ള 10കളാണെന്നതുകൊണ്ടാണ് ഈ സാധ്യതകളെല്ലാം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്തായി അതായത് നമ്മുടെ ദുൽഹിജ്ജയും മുഹറം, ദുൽഹിജ്ജ 9 ദിവസവും അതുപോലെ മുഹറം 10 ദിവസവും നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. അതുപോലെ റമദാൻ അവസാനത്തെ 10
നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്, അതോടൊപ്പം അതിൻ്റെ മഹത്വം വർദ്ധിക്കുകയുമാണ്. പിന്നീട് വലയാലിൻ ആഷിർ എന്നത് ഒരുപാട് അർത്ഥസാധ്യതകൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. കൂടുതൽ നീട്ടുന്നില്ല. വശഫ്ഇ വൽ വത്ർ, ഇരട്ടയും ഒറ്റയും സാക്ഷിയാണ്. ഇരട്ടയും ഒറ്റയും സാക്ഷിയാണെന്ന് പറഞ്ഞിടത്ത് ഒരുപാട് സാധ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് നാം ഉണർത്തി അറഫാ ദിവസവും പെരുന്നാൾ ദിവസവുമാണത് എങ്കിൽ മറ്റൊരു സാധ്യത, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇരട്ട കൊണ്ടുദ്ദേശിക്കുന്നത് സൃഷ്ടിയും ഒറ്റ കൊണ്ടുദ്ദേശിക്കുന്നത് സ്രഷ്ടാവുമാണ്. എന്തുകൊണ്ടാണത്? വമിൻ കുല്ലി ശൈഇൻ ഖലഖ്നാ സൗജൈൻ, എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല എല്ലാ വസ്തുക്കളിലും ഇണതുണ വ്യവസ്ഥകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ അള്ളാഹുവിന് മാത്രം ഇണതുണ വ്യവസ്ഥയില്ല. അതുകൊണ്ടാണല്ലോ സൂറത്തു യാസീനിൽ നമുക്ക് കാണാം, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, ഇണതുണ വ്യവസ്ഥകളെ സൃഷ്ടിച്ച ഒരുത്തൻ പരിശുദ്ധനാണ്. ഇണതുണ വ്യവസ്ഥയെ തൊട്ട് അവൻ പരിശുദ്ധനാണ്. ലോകത്തുള്ളതെല്ലാം ഇണതുണ വ്യവസ്ഥയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഇണതുണ വ്യവസ്ഥകളുടെ സ്രഷ്ടാവ് മാത്രം ആ സൗജീയത്തിനെ തൊട്ട് ഇണതുണ വ്യവസ്ഥയെ തൊട്ട് പരിശുദ്ധനാകുന്നു എന്ന് സൂറത്തു യാസീനിൽ പറഞ്ഞത് കാണാം. അപ്പോൾ വശഫ്ഇ വൽ വത്ർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇരട്ടയും ഒറ്റയും സാക്ഷിയാണെന്ന് പറഞ്ഞാൽ പടപ്പുകളും പടച്ചോനും സാക്ഷിയാണ് എന്നാകും അതിൻ്റെ അർത്ഥം. ഇനിയും അവിടെ കുറേ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇരട്ട എന്ന് പറഞ്ഞത് സ്വർഗത്തിൻ്റെ വാതിലുകൾ 8 ഒറ്റ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശ്യം നരകത്തിൻ്റെ വാതിലുകൾ 7 അതാണ് എന്നും മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അതുപോലെ തന്നെ പിന്നെയും കുറേ അഭിപ്രായങ്ങൾ ഇത് സംബന്ധമായി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഏതായാലും അത് നീട്ടിപ്പറയുന്നില്ല. 10ലധികം അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചിലതിലേക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രം. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലി ഖായിലിൻ അൻ യഖൂൽ, വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ്, ഒരാൾക്ക് പറയാവുന്നതാണ്, എന്ത്? ഇന്നി അഹ്മിലുൽ കലാമ അലൽ കുൽ, ഇപ്പറഞ്ഞതൊക്കെ ഇതുകൊണ്ടുള്ള ഉദ്ദേശ്യമാണെന്ന് പറയാമല്ലോ എന്ന് മഹാനവറുകൾ പറഞ്ഞു. അതാണ് ശരി എന്നാണ് നമുക്ക് കൂടുതൽ തോന്നുന്നത്. വല്ലൈലി ഇദാ യസ്ർ, രാവ് കടന്നു പോകുമ്പോൾ അതും സാക്ഷിയാണ്. അപ്പൊ രാത്രിയെ പിടിച്ച് സത്യം ചെയ്തു, പ്രഭാതത്തെ പിടിച്ച് സത്യം ചെയ്തു, പകലിനെ പിടിച്ച് സത്യം ചെയ്തു, രാത്രിയെ പിടിച്ചും സത്യം ചെയ്തു. രാത്രിക്ക് വലിയ മഹത്വമുണ്ട്. സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞു, വആയത്തുൽ ലഹുമുൽ ലൈലു, മനുഷ്യരുടെ കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തമാണ് രാത്രി എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് കാലാകാലം പകലാക്കിയിരുന്നെങ്കിൽ രാത്രി കൊണ്ടുവന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ആരാണ് നിങ്ങൾക്ക് രാത്രി കൊണ്ടുവരിക എന്ന് ചോദിച്ചു. തുടക്കത്തിൽ അല്ലാഹു ഇത് സൂറത്തുൽ ഖസസിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്. ഈ സൂറയുടെ തുടക്കത്തിൽ അല്ലാഹു വൽ ഫജ്ർ പറഞ്ഞ് പകലിൻ്റെ തുടക്കം പറഞ്ഞ് പകൽ മുഴുവൻ ഉദ്ദേശിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പകലിൻ്റെ പ്രാധാന്യവുമാണത് സൂചിപ്പിക്കുന്നത്. രാത്രി മാത്രമായിരുന്നെങ്കിൽ പകലും ആരാ കൊണ്ടുവരിക? ഇതൊക്കെ കഴിഞ്ഞിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, ഹൽ ഫീ ദാലിക ഖസമുൻ ലിദീ ഹിജ്ർ, ഈ പറഞ്ഞ വസ്തുക്കളിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് സത്യത്തിന് വകുപ്പുണ്ടോ? അതേ, ഉണ്ട്. തീർച്ചയായും ഇതുകൊണ്ട് സത്യം ചെയ്യാൻ വകുപ്പുണ്ട്. ഇത് സംഭവ ബഹുലമായ വസ്തുക്കൾ തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സത്യം എല്ലാ അർത്ഥത്തിലും അത് കൊള്ളേണ്ടിടത്താണ് കൊണ്ടത്. എല്ലാ അർത്ഥത്തിലും ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞ ഈ സൂറയുടെ പ്രമേയം ഞങ്ങൾ ആലോചിച്ചേ പറ്റൂ എന്ന് മനുഷ്യർ സമ്മതിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അല്ലാഹു തആല നമ്മെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.